ഹായ് എല്ലാവർക്കും ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആർദ്ര മെറ്റീരിയലിന്റെ ഒരു അടിപൊളി വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഒരു ബോക്സ്, സ്ക്വയർ ബോക്സ് കണ്ടോ, അവിടെ നമ്മൾ ഒരു ഗ്ലാസിന്റെ പാർട്ടീഷനാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്ലാസിന്റെ പാർട്ടീഷൻ വന്നിട്ട് അതിൽ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിലിങ്ങനെ ബബിൾസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വാട്ടർ ബബിൾസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രസമായിരിക്കും അത് കാണാൻ, അല്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ സീറ്റിംഗ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ബെഡ് റെഡിയാക്കുകയാണ്. നമ്മൾ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഡീപ്പിൽ നമ്മുടെ പാർട്ടീഷൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ സ്ലോട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ നമ്മുടെ പാർട്ടീഷൻ നേരെ ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ സീറ്റിംഗ് ആക്കി ഇരുത്തുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല ഫുൾ ടൈറ്റിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ പാർട്ടീഷനിലേക്ക് ലൈറ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഹോൾ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ LED ലൈറ്റാണ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 5 ഹോളൊക്കെ അടിച്ച് വയറിംഗ് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ട നമ്മൾ ലൈനിങ്ങെല്ലാം കൊടുത്തു, എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണേ. ഇനി നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പം അതിനായിട്ടുള്ള സ്ലോട്ടൊക്കെയാണ് നമ്മൾ അടിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ അടിച്ചിരിക്കുന്ന സ്ലോട്ട്. ഇനി നമുക്ക് നമ്മുടെ പാർട്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടോ 8 mm ഗ്ലാസ്സിലാണ് നമ്മൾ പാർട്ടീഷൻ സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് സിലിക്കോൺ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. കണ്ടോ, അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്ടർ ബബിൾസ് വരുന്നതിനുള്ള ട്യൂബാണ് നമ്മൾ ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, നമ്മളിതുപോലെ സിലിക്കോൺ അടിച്ച് ക്ലിയർ സിലിക്കോണൊക്കെ അടിച്ച് നമ്മൾ റെഡിയാക്കുവാണ്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മൈക്ക് ഒട്ടിക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ PVC മൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ PVC മൈക്ക് ഉപയോഗിച്ച് ഫുള്ള് കവറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ച് നോക്കാം. നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ്റെ മൈക്കെല്ലാം ഒട്ടിച്ച് നമ്മൾ ഇപ്പം ഡ്രിം ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളമെല്ലാം ഒഴിക്കണം. അപ്പോൾ അതാ നമ്മൾ ഡ്രിം ചെയ്യുകയാണ്. ഡ്രിം ചെയ്തെല്ലാം നല്ല ഉരുട്ടി നല്ല അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വൺ സൈഡ് ഡ്രിം ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കൂടെ ഒന്ന് ഡ്രിം ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടീഷൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ പൊളിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ നമ്മളെല്ലാം ലൈറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കണം ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഇതാ കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നതിന്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ നമുക്ക് 4 ഡോറുള്ള ഒരു ബോക്സ് കാണാം. അതിലെ ലാസ്റ്റത്തെ ബോക്സിലാണ് നമ്മൾ മോട്ടറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിലായിട്ട് ഒരു ഓപ്പണിംഗ് ബോക്സ് കാണാമല്ലോ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അടുത്തതായി നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, വെള്ളം നമ്മളത് ഓസിന് അടിച്ച് നിറയ്ക്കുകയാണ്. കണ്ടോ, ഓരോ ഇതായിട്ട് ഓരോ പാർട്ടീഷനായിട്ടാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കണം. കണ്ടോ, വെള്ളം നിറഞ്ഞ് വരുന്നത് കണ്ടോണേ. അപ്പം നമ്മൾ താഴെ നല്ല കളറുള്ള കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല കളർസ് ആയിട്ടുള്ള. കണ്ടോ, അപ്പോൾ ഇനി നമ്മൾ വെള്ളമെല്ലാം നിറച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പാർട്ടീഷൻ നമ്മൾ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഒരെണ്ണം തന്നെ ഫുള്ളായിട്ട് നിറയ്ക്കാതെ എല്ലാത്തിലും നമ്മളിങ്ങനെ കുറച്ച് നിറച്ച് കൊണ്ടുവരണം. ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നിറഞ്ഞു പോകാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാം ഈക്വലായിട്ട് ഇങ്ങനെ നിറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കണം. നമ്മൾ വാട്ടർ ബബിൾസ് വരാൻ വേണ്ടി ട്യൂബിൽ ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾ വഴി എല്ലാ ക്യാബിലും വെള്ളം വരും. എന്നാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വേണം വെള്ളം നിറയ്ക്കാൻ വേണ്ടി. വെള്ളം എല്ലാം ഫില്ലായി. നമുക്കിനി കണക്ഷൻ കൊടുത്ത് നോക്കാം. കണക്ഷൻ കൊടുത്തേണ്ട ബബിൾസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ. അടിപൊളിയായിട്ടാണ് ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആ സ്ലോയും കഴിഞ്ഞിട്ടാലും ബബിൾസ് നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലോയിലാണ് ബബിൾസ് വരുന്നത്, നല്ല അടിപൊളിയായിട്ടാണ്. ഇനി ലൈറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ പ്രത്യേക ലുക്കായിരിക്കും സംഭവം. കണ്ടോ, ബബിൾസ് വരുന്ന വരവ് കണ്ടോ. അപ്പോൾ അടിപൊളി ഒരു ഗ്ലാസ് പാർട്ടീഷനാണ് ബബിൾസിൻ്റെ ഒക്കെ ഗ്ലാസ് പാർട്ടീഷൻ. നമുക്ക് നമ്മുടെ ഈ ഗ്ലാസ് പാർട്ടീഷൻ്റെ ഫിനിഷിംഗ് വീഡിയോ, അതായത് ലൈറ്റൊക്കെ ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫൈനൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ ഗ്ലാസ് പാർട്ടീഷൻ്റെ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത് ആർദ്ര മെറ്റീരിയലാണ്. ആർദ്ര മെറ്റീരിയലിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വീട്ടിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക ആർദ്ര മെറ്റീരിയലിനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലാസ് പാർട്ടീഷൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സും എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഫാബ്കോയിൽ നിന്നാണ്. ഫാബ്കോ വളഞ്ഞവഴിയിൽ നിന്നാണ്. ഫാബ്കോയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.